ഹലോ ഫ്രണ്ട്സ്, എങ്ങോട്ടാണെന്നല്ലേ? ഞങ്ങളുടെ ക്യാമ്പസിനകത്ത് വിനായക ചതുർത്ഥിൻ്റെ ഭാഗമായിട്ട് അന്നദാനവും പൂജയെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ? ഇതാ അങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ക്യാമ്പസ് കാണാൻ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഞങ്ങളുടെ ക്യാമ്പസ് നല്ല ഭംഗിയാണ്, നല്ല പച്ചപ്പും നിറഞ്ഞ ക്യാമ്പസാണ്. അപ്പം ഞാനും മോനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് ഗണേശനെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എത്തിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പൂജ തുടങ്ങിയിട്ടില്ല. പൂജ തുടങ്ങി അതിന് ശേഷമാണ് അന്നദാനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗണപതി. നല്ല ഐശ്വര്യം ഉണ്ടല്ലോ കാണാൻ. ഇവിടെ വെച്ചിരിക്കുന്ന ഈ ചെറിയ ചെറിയ ഗണപതികളുണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ പൂജ ചെയ്യാൻ വരുന്നവർ കൊണ്ടുവന്ന് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വൈകിട്ടാണ് പൂജ നടക്കാറ്. വൈകുന്നേരത്ത് ഒരു 7 മണിയൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ 9 മണി 9:30 ആവുന്നത് വരെ പൂജ നീണ്ടുപോകും കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്നവർ കൊണ്ട് വയ്ക്കുന്നതാണ് ഈ ചെറിയ ചെറിയ ഗണപതി. ഞങ്ങളുടെ ക്യാമ്പസിൽ ഇത് വലിയ ഗ്രൗണ്ടാണ് കേട്ടോ. ഈ ഗ്രൗണ്ടിൽ സ്റ്റേജിൻ്റെ മേലെയാണ് ഈ ഗണപതി ഒരുക്കിയിരിക്കുന്നത്. വലിയ ഗണപതിയാണ് കേട്ടോ. ഇത് കൂടാണ്ട് ക്യാമ്പസിനകത്ത് തന്നെ ചെറിയ ഗണപതികളും വെച്ചിട്ടുണ്ട്. അതായത് അവരവരുടെ വീടിൻ്റെ താഴെ കുറച്ച് പേര് ചേർന്ന് ഗണപതി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനി കാണാം കേട്ടോ. ഇതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്നത്തേക്ക് 5 ദിവസമായിട്ടോ ഗണപതി വെച്ചിട്ട്, അതായത് വിനായക ചതുർത്ഥിൻ്റെ അന്ന് വെച്ചു. ഇന്ന് 5ാമത്തെ ദിവസം എടുക്കുകയാണ് കേട്ടോ. അന്ന് വൈകിട്ടോടുകൂടി പൂജയെല്ലാം കഴിഞ്ഞ്, അന്നദാനവും പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വൈകിട്ട് ഗണപതി വിസർജനം ചെയ്യും കേട്ടോ. അപ്പം അതെല്ലാം നമുക്ക് കാണാം. ഇനി നമുക്ക് അടുത്ത ഗണപതി വെച്ചിരിക്കുന്നത് കാണാൻ പോവാം. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ സമയമെടുക്കും ഇവിടെ പൂജ നടക്കാനും അന്നദാനം സ്റ്റാർട്ട് ചെയ്യാനും. അപ്പോൾ നമുക്ക് അടുത്ത ഗണപതിയെ കൂടെ കണ്ടിട്ട് വരാം. ഈ ഭാഗത്തുള്ള കുറച്ച് വീട്ടുകാർ ചേർന്ന് ഒരുക്കിയ ഗണപതിയാണ് ഇത്. എങ്ങനെയുണ്ട്? കാണാൻ നന്നായിട്ടില്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? ഈ ഗണപതിയും ഇന്ന് എടുക്കുകയാണ് കേട്ടോ വൈകിട്ട്. ഗണപതി എടുക്കുന്ന സമയത്തും നല്ല രസമാണ് കേട്ടോ. കൊട്ടും വാദ്യമൊക്കെ ആയിട്ടാണ് ഗണപതിനെ പറഞ്ഞ് അയക്കാറ്. ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് ടെൻറ്റ് കെട്ടിയിട്ട് ആണ് അതിനകത്ത് ഗണപതിനെ വെച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് വലിയ സ്റ്റേജിൻ്റെ മുകളിൽ നല്ല ടെൻറ്റ് പോലെ കെട്ടിയിട്ടൊക്കെയാണ് ഗണപതിനെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, സ്റ്റേജൊന്നും അല്ല ഇത്. ചെറിയ ഒരു ടെൻറ്റ് കെട്ടിയിട്ട് അതിനകത്താണ് ഗണപതിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നും ഇവിടെ ആരെങ്കിലുമൊക്കെ കാവലിരിക്കണം ഗണപതിക്ക്, രാവും പകലും. ഗണപതി എടുക്കുന്നത് വരെ, വെച്ച ദിവസം തൊട്ട് എടുക്കുന്നത് വരെ ആരെങ്കിലുമൊക്കെ ഗണപതിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് എന്നും ഇരിക്കാറുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ഗണപതി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ വേറെ ഒരു കൂട്ടർ അവരുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഗണപതിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കാണാൻ പോകുന്നത്. ഇവിടെ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അകത്ത്. കുറച്ച് വലിയ ഗണേശനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇവിടെ നല്ല പോലെ ഗണേശനെ അലങ്കരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് കാണാൻ പോകുന്നത് നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെ ഉള്ള ശിവൻ്റെ അമ്പലത്തിലേക്കാണ്. അവിടെയും വെച്ചിട്ടുണ്ട് ഒരു ഗണേശനെ. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം.
ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അമ്പലത്തിലെ ഗണപതിനെ. അപ്പോൾ അമ്പലത്തിലെ ഗണപതി എന്ന് പറയുമ്പോൾ അത് ഒരു വൈബ് വേറെ തന്നെയാണല്ലേ. ഇത് ഗണേശൻ്റെ മെയിൻ മൂർത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ ഗണപതിനെ വെച്ച് പൂജിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ രാത്രി 9:30-10 മണി വരെയൊക്കെ ഇവിടെ പൂജകൾ ഉണ്ടാവും കേട്ടോ. നിറയെ ഇതുപോലെ തന്നെ ആയിരിക്കും, അത്രയും സമയം ആൾക്കൂട്ടം ഉണ്ടാവും ഇവിടെ. അതുപോലെ കാലത്ത് നേരത്തെ തന്നെ പൂജ തുടങ്ങും. എന്നും ഇവിടെ തിരക്കന്നെ ആയിരിക്കും. ഈ ഗണേശോത്സവം കഴിയുന്നത് വരെ നല്ല തിരക്കന്നെ ആയിരിക്കും. അമ്പലത്തിൻ്റെ വക അന്നദാനം ഉണ്ടാവാറുണ്ട്. അത് വേറൊരു ദിവസം അവർ വെക്കാറുണ്ട്. ഇപ്പോൾ ഈ ഗണപതിനെ പതുക്കെ എടുക്കാറുള്ളൂ. 7 ദിവസം, ഒരാഴ്ചയൊക്കെ വെക്കാറുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടുത്തെ അമ്പലത്തിലുള്ള ഗണപതി എടുക്കാറുള്ളൂ. വീണ്ടും നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അന്നദാനത്തിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഭക്ഷണം പാകം ചെയ്തത്. ഈ ചെമ്പ് കലത്തിലൊക്കെയാണ്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഭക്ഷണമൊക്കെ റെഡിയായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആളുകൾ വരുന്നേ ഉള്ളൂ. ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്യുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും, വലിയ ക്യൂ ആയിരിക്കും. ഫുഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. കുറേ പേരൊക്കെ ടെൻറ്റിൻ്റെ താഴെ അവിടെ സീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, ചെയറെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. കുറേ പേരെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനും അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ തുടങ്ങണ സമയത്ത് നമുക്ക് ലൈനിൽ വന്ന് നിന്നാൽ മതിയല്ലോ. ഉച്ചയ്ക്കുള്ള അന്നദാനം എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഗണേശ വിസർജനയുള്ള സമയമായി. അപ്പോൾ അതിൻ്റെ ഉള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നിറയെ ലൈറ്റിങ്സൊക്കെ വെച്ചിട്ടുണ്ട്. കുട പോലെ കുടയിൽ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച ലൈറ്റിംഗ് ആണ്. ഗണേശനെ കൊണ്ടുപോകാനുള്ള വണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഗണേശനിൽ 2 ഗണേശൻ ഇന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ടുള്ള വലിയ ഗ്രൗണ്ടിലുള്ള ഗണേശനും എടുക്കുന്നുണ്ട്. പിന്നെ ഒരു വേറെ ചെറിയൊരു ഗണേശൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ടെൻറ്റിൽ വെച്ചിരിക്കുന്നത്, ആ ഗണേശനെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണിത്. ഗണേശ ഭഗവാനെ കൊണ്ടുപോകാനുള്ള വണ്ടി റെഡിയായിട്ടുണ്ട്. ചെണ്ടക്കാർ റെഡിയായി നിൽക്കുന്നുണ്ട്. ആകെ നല്ല ഒരു ബഹളമാണ് ഇവിടെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇനി നമുക്ക് വലിയ ഗ്രൗണ്ടിലേക്ക് പോവാം. അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയിട്ട് വരാം. അവിടുത്തെ ഗണേശനെയും എടുക്കുകയാണ് ഇന്ന്. അപ്പോൾ അവിടെ എങ്ങനെയാണ് തിരക്കെന്നെല്ലാം നമ്മൾ നോക്കിയിട്ട് വരാം കേട്ടോ. വണ്ടിയിൽ കയറ്റിയിരിക്കുകയാണ് ഗണേശ ഭഗവാനെ. അപ്പോൾ ഇവിടെ ഞാൻ വരുമ്പോഴേക്കും ഗണേശ ഭഗവാനെ വണ്ടിയിൽ കയറ്റിയിരിക്കുന്നു. ഇതാ അവർ വണ്ടിയിൽ കയറ്റി ഗണേശനെ. ഇനിയിപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ ഗണേശ ഭഗവാൻ യാത്രയാവും. നല്ല ബഹളമാണ് ഫ്രണ്ട്സ്. ഇവിടെ കുട്ടികളുടെ ബഹളമുണ്ട്. വലിയ ആൾക്കാരും കുട്ടികളും എല്ലാവരും ഇവിടെ
ഗണേശ ഭഗവാനെ യാത്രയാക്കാൻ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഈ തിരക്കാണ് ഇവിടെ കാണുന്നത്. കുട്ടികളാണെങ്കിൽ ഡാൻസും ഒക്കെ ആയിട്ട് നല്ല സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പം എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഗണേശ ഭഗവാനെ യാത്രയാക്കുകയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ ഡാൻസ് ചെയ്തിട്ടും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് സന്തോഷത്തിൽ ഗണേശ ഭഗവാനെ യാത്രയാക്കുകയാണ്. പതുക്കെ നമ്മുടെ ഗണേശ ഭഗവാന്റെ വണ്ടി ഇതാ നീങ്ങി തുടങ്ങി. യാത്രയാവുകയാണ് ഗണേശ ഭഗവാൻ. ഗണേഷ് മഹാരാജ് കി ജയ്, ഗണേഷ് മഹാരാജ് കി ജയ് എന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗണേശ് ഭഗവാനെ ഇതാ യാത്രയാക്കുകയാണ്. ഗണേശ ഭഗവാന്റെ വണ്ടി ഇതാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മൾ ഇനി അടുത്ത വർഷം ഇതേ സമയത്ത് മാത്രമേ ഇനി ഗണേശ ഭഗവാനെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുവരയ്ക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഗണേശ ഭഗവാൻ യാത്രയാക്കുകയാണ്. അതേസമയം നമ്മുടെ ചെറിയ ഗണപതിയും യാത്രയാവുകയാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളും നിങ്ങൾക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹൈദരാബാദിലെ ഗണേശോത്സവ വിശേഷങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.